ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിംസ് 4th സ്റ്റേജിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു, ശരിയാണ്. PM ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് എന്നുള്ളത് ശരിയാണ്. 2023 ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന് തെറ്റാണ്. 2022 സെപ്റ്റംബർ 7-നാണ് സെപ്റ്റംബർ 7-നാണ് എന്ത് ചെയ്യുന്നത്, കേന്ദ്ര മന്ത്രിസഭ PM ശ്രീക്ക് അംഗീകാരം നൽകുന്നത്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം, അതും ശരിയാണ്. അപ്പൊ PM ശ്രീ എന്ന് പറയുന്നത് എന്താണ്, 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട പദ്ധതിയാണ്. അതുപോലെ PM ശ്രീ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. 2022 സെപ്റ്റംബർ 7-നാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. 1, 2, 4 ശരിയാണ്. താഴെ പറയുന്ന 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് NT വാസുദേവൻ നായരാണ്. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും VS അച്യുതാനന്ദനും പത്മവിഭൂഷണുമാണ് കിട്ടിയിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ്. പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്നു. 35-നും 60-നും ഇടയിലുള്ള പ്രായമുള്ള തൊഴിൽരഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമൻസുമാണ് ഗുണഭോക്താക്കൾ. സംസ്ഥാനത്ത് സ്ഥിര താമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. തെറ്റായ പ്രസ്താവനകൾ ഒന്നും തന്നെയില്ല. അപ്പൊ സ്ത്രീ സുരക്ഷ പദ്ധതി എന്ന് പറയുന്നത് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതാണ്. ആരൊക്കെയാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്? തൊഴിൽരഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണുമാണ്. 35-നും 60-നും ഇടയിൽ പ്രായമായവർ. 2026 ഫെബ്രുവരിയിലാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇത് ഇവിടെ തന്നെ പഠിച്ചു പോവാം. ഇനി താഴെ പറയുന്ന ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനാണ്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. 2004 ദാദാ സാഹേബ് പുരസ്കാരമാണ്. അത് കിട്ടിയത് 2005-ലാണെന്ന് മാത്രം. അതുപോലെ മോഹൻലാലിന് 2023 ദാദാ ഫാൽക്കെ പുരസ്കാരമാണ് 2024 നൽകിയത്. ഓക്കെ, ഈ ഒരു കാര്യം ഇവിടുന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമമായിട്ടുള്ള VBG റാംജി എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്നാണ്. ഓക്കെ, VBG റാംജിയുടെ പൂർണ്ണ രൂപമാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ഓക്കെ, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് VBG റാംജിയുടെ ഫുൾ ഫോം. ഇനി അസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീമാണ് സർവീസസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് തന്നെ പഠിക്കുക. അസാമിൽ വെച്ചാണ് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരമാണ്. അതിന് ജേതാക്കൾ സർവീസസ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയത് ബംഗാളാണ്. ഓക്കെ, ബംഗാളാണ് ആദ്യത്തെ സന്തോഷ് ട്രോഫി മത്സരത്തിന്റെ ജേതാക്കളും ബംഗാളായിരുന്നു. കേരളം എന്ന് പറയുന്നത് 7 തവണയാണ് ജേതാക്കളായിട്ടുള്ളത്. കേരളം 7 തവണ ജേതാക്കളായിട്ടുണ്ട്. ഓക്കെ, 10 തവണ ഫൈനൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, 10 തവണ ഫൈനലിലോട്ട് കേരളം എത്തിയിട്ടുണ്ട്. 7 തവണയാണ് നമ്മൾ ജേതാക്കളായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കൾ ബംഗാളാണ്. ഓക്കെ, ആദ്യം നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ, ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന് പറയുന്നത് ആരുടെ വരികളാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ വരികളാണ്. യോഗപ്പെണ്ണെ, പണ്ഡിറ്റ് കറുപ്പൻ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് R വൈരമുത്തു. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് R വൈരമുത്തു. 2026 ഇന്ത്യ AI ഇമ്പാക്റ്റിന്റെ ഉച്ചകോടി വേദിയായ നഗരമാണ് ന്യൂഡൽഹി. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു, ശരിയാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു, ശരിയാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു, ശരിയാണ്. 1, 2, 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്ന നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ശരിയാണ്. ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. വടക്ക് തെക്ക് ഇടനാഴി ആരൊക്കെ തമ്മിലാണ്? ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. സുവർണ ചതുഷ്കോണം ചോദിച്ചത് തന്നെയാണ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നു, ശരിയാണ്. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത് സിൽച്ചാറിനെയും പോർബന്ദറിനെയുമായി ബന്ധിപ്പിക്കുന്നത് 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വടക്ക് തെക്ക് എന്ന് പറയുന്നത് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിലും, സുവർണ ചതുഷ്കോണങ്ങൾ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളെയും, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത് സിൽച്ചാറിനെയും പോർബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഇവിടെ നിന്ന് പഠിച്ചു പോവുക. നെക്സ്റ്റ്
എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാം. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകമാണ് സാംഭാർ തടാകം എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകം. ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ദാൽ തടാകം ജമ്മു കാശ്മീരാണ്. ലോക്ടാക്ക് മണിപ്പൂരിലാണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡാണ്. ഭൂമി ശാസ്ത്രപരമായി ധാർ മരുഭൂമിയിലെ 2 പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കുക. അവ ഏതാണ്? മരുസ്ഥലി ആൻഡ് രാജസ്ഥാൻ ഭാഗർ. നമുക്കറിയാം 3rd സ്റ്റേജിൽ നമ്മൾ കണ്ടതാണ് രാജസ്ഥാൻ ഭാഗർ എന്ന് പറയുന്നത് ധാർ മരുഭൂമിയുടെ കിഴക്കു ഭാഗത്ത് വരണ്ട് കടക്കുന്ന ഒരു സമതല പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ് മരുസ്ഥലി എന്നുള്ള കാര്യവും നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോവുക. കൃഷ്ണ നദി മുതൽ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീര സമതല ഭാഗമാണ് ഇതെന്ന് പറയുന്നത് കോറമന്റൽ തീരം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ കോറമന്റൽ തീരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണെന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനമാണ് മുംബൈ CST. ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം 1923 ഭൗമതാപോർജ്ജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ആണ് രാംനാഥ് കോവിന്ദ്. 22 പ്ലാനിംഗ് കമ്മീഷന് പകരമായി പുതിയ സംവിധാനമായ നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണ രൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 2026 ബ്രിക്സ് അധ്യക്ഷയുടെ ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം കൊണ്ടത്? താമരയിൽ നിന്നാണ്. താമരയാണ് 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് ഇന്ത്യ പുറത്തിറക്കിയ ലോഗോയിലുള്ളത് താമര. ഓക്കെ, അതിൽ നിന്നാണ് പ്രചോദനം കൊണ്ടത്. ഇന്ത്യ-US ബന്ധത്തെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ താഴെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ്. 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായ US സെന്റോ എന്നീ സൈനിക സംഘടന രൂപീകരിച്ചപ്പോൾ ഇന്ത്യ-US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായിട്ട് എന്ത് വന്നു? US സെന്റോയും വന്നു. ഇത് ഇന്ത്യ-US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. ശരിയാണ്. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ശരിയാണ്. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം രൂപീകരിച്ചു. ശരിയാണ്. ABC ശരിയാണ്. 3 ശരിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ. ഇമ്പോർട്ടന്റ് ആണ്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. എത്രാമതാണ്? 18ാമത്. ഓക്കെ, 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്കാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ 17ാമത് ആരായിരുന്നു? ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു. ബ്രസീൽ. ഓക്കെ, റിയോ ഡി ജനീറോ 17ാമത്. ഓക്കെ. സ്വതന്ത്രാനന്ത ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിന് ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റമാണ് ഭൂദാൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചു? ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയുമാണ് 1916 ലക്നൗ ഉടമ്പടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ ഫ്രഞ്ച് ഭരണത്തിലുണ്ടായിരുന്ന ഗോവ ഇന്ത്യൻ യൂണിയൻ ലയിച്ചു. നമുക്കിതിൽ ശരിയായിരുന്നു നോക്കാം. സംസ്ഥാനങ്ങളുടെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ. എന്താണ്? സംസ്ഥാനങ്ങളുടെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ. ധർ കമ്മീഷന് ശേഷം വന്നതാണ് JVP. അതിനുശേഷം വന്നതാണ് ഫസൽ അലി കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ധർ കമ്മീഷൻ എന്ന് പറയുന്നത് 1948 1948 മുതൽ 49 മുതൽ JVP, 1953 ആര് വരുന്നത്? ഫസൽ അലി കമ്മീഷൻ വരുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം ഇവിടുന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മയക്കുമരുന്ന്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്ന് എടുത്ത ദേശീയ ഗീതം എടുത്തത്? ആനന്ദവടത്തിൽ നിന്നാണ്. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥം? ശ്രീനാരായണ ഗുരു. ഡോക്ടർ INR ഗോപാലിനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് വർഷമാണ് പിംഗലി ദേശീയ പതാകയുടെ മാതൃകയുമായി ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? 1921.
ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറമാണ് നേവി ബ്ലൂ അഥവാ നാവിക നീല എന്ന് പറയുന്നത്. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണത്തില്. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 11 പേരാണ്. ഓക്കെ. SIR താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത് എന്നാണ്? 2026 മെയ് 16 കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഇവിടുന്ന് തന്നെ പഠിച്ചു പോവുക. കോക്രോച്ച് ജനതാ പാർട്ടി 2026 മെയ് 16. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. ശരിയാണ്. പെരിയാർ നദിയുടെ തീരത്ത് ആറന്മുള, ചെങ്ങന്നൂർ, മനാമൺ, എടത്വ തുടങ്ങിയ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണ്. പ്രശസ്തമായ ശിവരാത്രി മഹോത്സവം ആലുവ പെരിയാറിന്റെ തീരത്താണ്. ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശരിയാണ്. ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്താണ് പ്രശസ്തമായ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. മാമാങ്കം നടക്കുന്ന തിരുനാവായ ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്തല്ല, അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ കൊല്ലം ജില്ല, അപ്പോൾ ഏതൊക്കെയാണ് ആൻസേഴ്സ്? 1 and 2 ആണ് ആൻസേഴ്സ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1ഉം 2ഉം 3ഉം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവ ചേർന്നിട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ്? റോജി M. ജോൺ ആണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. താഴെ തന്നിരിക്കുന്നതിൽ അരയ സമാജ സ്ഥാപകൻ ആരാണ്? അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ പുരസ്കാരമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള അഗസ്ത്യാർകൂട സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി വർക്ക് സ്ഥിതി ചെയ്യുന്നത്. 1ഉം 2ഉം 3ഉം ശരിയാണ്. തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ. നെയ്യാർ വനമേഖലയിലുള്ള 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠരാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ച അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതും അയ്യങ്കാളിയാണ്. 2 and 3. സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ഥാനങ്ങളാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് രീതിയെയും ചെറുത്തുന്നത് VT ആണ്. എന്നാൽ 1846 കോട്ടയത്ത് മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച ചാവറ അച്ഛനാണെന്നുള്ള ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. പാലിയ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതിന് പ്രൊവിഷണൽ ആൻസർ എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. 1947-48 മുതലേ പാലിയ സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. കൊച്ചിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിൽ റോഡിൽ കൂടി നടക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. സത്യാഗ്രഹികളിൽ ഒരാളെ AG വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. 1 and 3 ശരിയാണ് എന്നാണ് പ്രൊവിഷണൽ ആൻസർ. ഈ പ്രകാരം പ്രാചീന മലയാളം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രശ്നം. ശ്രീധർമ്മ സമത്വ സമാജമല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. ശരിയാണ്. ആത്മോപദേശ ശതകം, ദൈവദർശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ശരിയാണ്. ഓക്കെ. 2 and 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. C. കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. ശരിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ശരിയാണ്. ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടമേൽ താണുവിളയ ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ശരിയാണ്. അങ്ങനെ എല്ലാം ശരിയാണ്. 1 and 2 and 3 ശരിയാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? AKG ആണ്. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാനാണ് ഷൺമുഖം ചെട്ടി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്
പ്രഭുത്വത്തിനും എതിരായി മലബാർ നടന്ന കലാപമാണ് മലബാർ ലഹള അല്ലെങ്കിൽ മലബാറിലെ കലാപം. 90 മാപ്പിളക്കാരെ 61 പേർ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്. തെറ്റാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ഇനി കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയത് എപ്പോഴാണ്? 2026 ജൂൺ 1-നാണ്. ഓക്കെ, 2026 ജൂൺ 1. പ്രധാന അവയവമാണ് ഇത്. ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നയും നാഡിയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണ്? അതാണ് ചോദിച്ചാൽ മതി. അപ്പോൾ മസ്തിഷ്കത്തെയും സുഷുമ്ന നാഡിയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണ്? മെനിഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വാരി വലിച്ചിട്ടുണ്ട്. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കും. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധരക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണെന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ. അത് ധമനികളാണ്. ഓക്കെ, കുട്ടികളിൽ റിക്റ്റസ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി ആണ്. റിപ്പീറ്റഡ് ആണ്. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് കാർസിനോജനുകൾ എന്ന് പറയുന്നത്. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്. എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാക്കുന്നത്. വന നശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവാണ് വർദ്ധിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ്. കടൽ തീരങ്ങളിലും ഉപ്പുരസ ജലാശയങ്ങൾ സമീപം വളരുന്ന വനങ്ങളാണ് നമ്മുടെ കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. താഴെ പറയുന്നത് ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉത്പാദകരായി കണക്കാക്കുന്നത്? ഹരിത സസ്യങ്ങളാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ച കാരണമാകുന്ന വില്ലനാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളും കഷ്ടപ്പെടുന്ന 18 വയസ്സ് താഴെ വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി ഏതാണോ? താലോലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലക്കയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏലക്കയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിക്കുക. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമായിരിക്കും. ഓക്കെ, അതിൽ ശരിയായത് 1, 2, 4 മാത്രമാണ്. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. അതുപോലെ തന്നെ ചന്ദ്രനിലെ ഒരു വസ്തുവിന്റെ ഭാരം കുറയുന്നു എന്നുള്ളവയാണ് ശരിയായവ. താഴെ തന്നിരിക്കുന്നതിൽ ജോഡികൾ ഏതാണ് ഐസോടോപ്പുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ 14, കാർബൺ 12 ആണ്. ഓക്കെ, ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്ന് പറയുന്നത് ഉയർന്ന ദ്രവണാങ്കമാണ്. ഓക്കെ, ഉയർന്ന ദ്രവണാങ്കമാണ് ആൻസർ. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം ഉയർന്ന ദ്രവണാങ്കമാണ്. തുരുമ്പ് പ്രധാനമായും അയൺ ഓക്സൈഡ് ആണെന്ന് ഓർത്തു വെക്കുക. അയൺ ഓക്സൈഡ് ആണ് തുരുമ്പ്. താഴെ തന്നിരിക്കുന്നത് താപശോഷക പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാതെ അനുഭവപ്പെടുന്നതിന് കാരണം നൗകയും യാത്രികനും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്. ഓക്കെ, ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ പകൽ സമയത്ത് ആകാശം കറുപ്പ് നിറത്തിലാണ്. ഓക്കെ, ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നതാണ് അപവർത്തനം. ഇടിമിന്നൽ സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യാൻ കാരണം പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. താഴെ പറയുന്ന ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്ന സെക്കൻഡ് സ്റ്റേജുകാരുടെ എക്സാമിന് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം.